ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ന്യൂ SCERT ഹോട്ട് ടോപ്പിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ കണ്ട് ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും തീർച്ചയായും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നാഡീവ്യവസ്ഥയെ കുറിച്ചാണ്. 7ാം ക്ലാസ്സിലെ മനുഷ്യ ശരീരം ഒരു വിസ്മയം എന്ന പാഠഭാഗത്തു നിന്നാണ് നമ്മൾ പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനം സാധ്യമാക്കുന്നത് നാഡീവ്യവസ്ഥയാണ് അല്ലെ. നാഡീവ്യവസ്ഥയാണ് ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനം സാധ്യമാക്കുന്നത്. നാഡീവ്യവസ്ഥയാണ് ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനം സാധ്യമാക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മെ പ്രതികരിക്കാൻ പ്രാപ്തമാക്കുന്നത് ആരാണ്? നാഡീവ്യവസ്ഥയാണ്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. അതായത് ഇപ്പോൾ മറ്റേ തീയിൽ കൊണ്ടുപോയി കൈയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതായത് പൊള്ളി കഴിഞ്ഞാൽ പെട്ടെന്ന് കൈയെടുക്കണം എന്നുള്ളത്. അല്ലാതെ തീയിൽ കൈയിട്ട് എന്ന് പറഞ്ഞ് ചിരിച്ചു നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് പ്രതികരണം മാറാൻ പാടില്ല. അപ്പോൾ വേണ്ട സമയത്ത് എന്തൊക്കെ പ്രതികരണം വരണം എന്നുള്ളതിന് നമ്മളെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. അതുപോലെ തന്നെ മരിച്ച വീട്ടിൽ പോയി ചിരിച്ചു നിൽക്കുക, അതൊന്നും പറ്റില്ല. മരിച്ച വീട്ടിൽ പോയ ഒരു സങ്കടത്തിലൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ വേണ്ട സ്ഥലത്ത് വേണ്ട എന്ത് വേണം? എക്സ്പ്രഷൻസ് വരണം, അല്ലെങ്കിൽ വേണ്ട പ്രതികരണങ്ങളാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ പ്രതികരിക്കാൻ, അല്ലാതെ പ്രതികരണം മാറിപ്പോരുത്. ഓക്കെ, അപ്പൊ അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ ഒന്ന് തലച്ചോറ്, സുഷുമ്ന, പിന്നെ നാഡികൾ. നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് തലച്ചോറ്, സുഷുമ്ന, പിന്നെ നാഡികൾ. അപ്പൊ 3 ഉള്ളതാണ്, പഠിച്ചു വെക്കണം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ചോദ്യം വരും. താഴെ തന്നിരിക്കുന്നതിൽ നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളിൽ പെടാത്തത് ഏതൊക്കെയാണ് പെടുന്നത്? തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവയാണ് നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളിൽ പെടുന്നത്. ഏതൊക്കെയാണ്? തലച്ചോറ്, സുഷുമ്ന, നാഡികൾ. ഓക്കെ, അപ്പൊ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനം സാധ്യമാക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. ബേസിക് പോയിന്റ്സ് ആണ്, എന്നാലും അറിഞ്ഞു വെക്കണം. ഓക്കെ, നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം അല്ലെ. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ചോദ്യം വരും. എന്താണ്? മസ്തിഷ്കമാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? തലയോട്ടിക്കുള്ളിലാണ് നമ്മുടെ മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ്. മസ്തിഷ്കം എവിടെയാണ്? മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് തലയോട്ടിക്കുള്ളിലാണ് അല്ലെ. തലയോട്ടിക്കുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. അപ്പൊ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എവിടെയാണ്? മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മസ്തിഷ്കമാണ്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് തലയോട്ടിക്കുള്ളിലാണ് എന്നതും പഠിച്ചു വെക്കുക. തലയോട്ടിക്കുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികൾ ഉള്ള ആവരണം എപ്പോഴും ചോദ്യം വരാറുണ്ട്. ഏതാണ്? മെനിഞ്ചസ് ആണ് കേട്ടോ. മെനിഞ്ചസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ തന്നെ പഠിച്ചു പോയിക്കോ. ഇനിയും ചോദ്യം തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചോ, ചോദ്യം വരാറുണ്ട്. മെനിഞ്ചസ് ആണ്. ഏതാണ്? തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികൾ ഉള്ള ആവരണം, 3 സ്തരമുള്ള ആവരണമാണ് മെനിഞ്ചസ്. ഏതാണ്? മെനിഞ്ചസ്. ഏതാണ്? മെനിഞ്ചസ് ആണ്. മെനിഞ്ചസ് ആണ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന, അതായത് 3 സ്തരമുള്ള ആവരണമാണ് മെനിഞ്ചസ്. 3 സ്തരപാളികളുടെ ആവരണം ഏതാണ്? മെനിഞ്ചസ് ആണ്. തലച്ചോറ്, ഒരു വട്ടം കൂടെ പറയാ. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. ഏതാണ്? മെനിഞ്ചസ് ആണ്. അപ്പൊ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? മസ്തിഷ്കമാണ്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? നമുക്കൊക്കെ അറിയാം, ബേസിക് ആണ്. തലയോട്ടിക്കുള്ളിലാണ് നമ്മുടെ മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, പിന്നെ തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. എപ്പോഴും ചോദ്യം വരാറുണ്ട്, പഠിച്ചിട്ട് പോയിക്കോ. ഏതാണ്? മെനിഞ്ചസ് ആണ്. ഓക്കെ, ഇനി മസ്തിഷ്കത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു. ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. 3 പഠിച്ചല്ലോ. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു, ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു, വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരു വട്ടം കൂടെ.
മസ്തിഷ്കത്തിന്റെ ധർമ്മങ്ങൾ ഇനിയുണ്ട്. ഇത് പഠിച്ചോ. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു. വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ. പേശികൾ അതിന്റെ വാട്ടിന് വിടാൻ പറ്റില്ല. വിവിധ പേശികളുടെ ചലനത്തെ ഇത് നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതൊക്കെ ആരാണ്? മസ്തിഷ്കമാണ്. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. എന്നീ വികാരങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഒരു വട്ടം കൂടെ. കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് 4 പോയിന്റ്? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു. ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. പിന്നെ കാഴ്ച, കേൾവി, ഓർമ്മ, ഭാവന, വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഓക്കെ. ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും സഹായിക്കുന്ന ശരീരഭാഗം നമുക്കൊക്കെ അറിയാം, അത് മസ്തിഷ്കമാണ് അല്ലെ. ഏതാണ്? മസ്തിഷ്കമാണ്. ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും സഹായിക്കുന്ന ശരീരഭാഗമാണ് മസ്തിഷ്കം. ഇനി മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം നമുക്കൊക്കെ അറിയാം, കമ്പ്യൂട്ടറാണ്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഞാൻ പറഞ്ഞു തന്നു. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അതായത് 3 കൊടുത്തിട്ടുള്ള നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങളിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദ്യം വരും. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു വെക്കുക. ഏത് രീതിയിൽ ചോദ്യം വരുന്നു മനസ്സിലാക്കി പഠിക്കുക. ചെറിയ പാഠമാണ്, ചെറിയ പോയിന്റ്സ് ആണ്, ചെറിയ ഭാഗങ്ങളാണെന്ന് പറഞ്ഞിട്ട് വിട്ട് കളയരുത്. ഈ ചെറിയ ഭാഗങ്ങളാണ് PSC-ക്കാരെ തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. മുൻകൂട്ടി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണമാണ് കമ്പ്യൂട്ടർ. പിന്നെ എന്ത് പഠിച്ചു? ചുറ്റുപാടിനോട് പ്രതികരിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കല്പിക്കാനും സഹായിക്കുന്ന ശരീരഭാഗം എന്നാണ് നമുക്കറിയാം, അത് മസ്തിഷ്കമാണ്. പിന്നെ മസ്തിഷ്കത്തിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? വിവിധ പേശികളുടെ ചലനത്തെ നിയന്ത്രിക്കുന്നു. ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു അല്ലെ. വിവിധ കോശങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതൊക്കെ ഏതിന്റെയാണ്? പിന്നെ അതുമല്ലല്ലോ, കാഴ്ച, കേൾവി, ഭാവന, ഓർമ്മ, ഭാവന, വികാരങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ഓക്കെ. പിന്നെ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം നമുക്കറിയാതെ ഏതാണ്? മസ്തിഷ്കമാണ്. മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ തലയോട്ടിക്കുള്ളിലാണ് നമ്മുടെ മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത്. തലച്ചോറ്, സുഷുമ്ന എന്നിവ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പിന്നെയും പറയുന്നു, ഇത് പഠിച്ചിട്ട് പോയിക്കോ, ചോദ്യം വരും. തലച്ചോറ്, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരവാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. ഏതാണ്? മെനിഞ്ചസ് ആണ്. ചോദ്യം വരാറുണ്ട്, പഠിച്ചിട്ട് പോയിക്കോ. ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെ ഏകോപനം സാധ്യമാക്കുന്നത് നാഡീവ്യവസ്ഥയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാഡീവ്യവസ്ഥ. നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ പഠിച്ചോ. തലച്ചോറ്, സുഷുമ്ന, നാഡികൾ. ഈ 3 ഭാഗങ്ങളെ നാഡീവ്യവസ്ഥക്കുള്ളൂ. തലച്ചോറ്, സുഷുമ്ന, നാഡികൾ എന്നിവയാണ് നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ. വളരെ കുറച്ച് പോയിന്റ്സ് ആണുള്ളത്. അത് പഠിച്ചു പോയല്ലോ, ക്ലിയർ ആണല്ലോ. കുറച്ച് പോയിന്റ്സ് ആണ്, പക്ഷെ വേണ്ട രീതിയിൽ തന്നെ പഠിച്ചെടുക്കുക. ചോദ്യങ്ങൾ ഏത് രീതിയിൽ തിരിച്ചും മറിച്ചും വന്നാലും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഓക്കെ. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകരിച്ചെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. ഇനിയും വലിയ വലിയ ക്ലാസ്സുകൾ വരാണ്ട്. അപ്പോൾ ഓരോ ചെറിയ പോയിന്റ്സ് ആണെങ്കിലും, പ്രത്യേകിച്ച് ന്യൂഎസ്സിആർടിയിൽ കൊടുത്തിട്ടുള്ള ഓരോ ചെറിയ പോയിന്റ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. ചിലപ്പോൾ ന്യൂഎസ്സിആർടിയിൽ അവിടെ ഇവിടെയും കൊടുത്തിട്ടുള്ള ചില ബോക്സ് എന്നൊക്കെയാണ് തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ വരാറുള്ളത്. പിന്നീട് എക്സാം കഴിഞ്ഞിട്ട് എവിടെ നിന്ന് ചോദ്യം വന്നു എന്നുള്ള റെഫറൻസ് നോക്കുമ്പോഴാണ് ഇതിൽ നിന്നൊക്കെ ചോദ്യം വന്നു നമുക്ക് തോന്നിപ്പോകും. അപ്പൊ ചെറുതാണെന്ന് പറഞ്ഞിട്ട് വിട്ട് കളയരുത്. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഓരോ ചെറിയ ചെറിയ പോയിന്റ്സും പഠിച്ചു പോവാം. ഇമ്പോർട്ടൻസ് ഉള്ളത് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം എന്ന് പിന്നെയും പറയുന്നുണ്ട്. അപ്പൊ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.